ആവോളം നുകരുന്ന മനുഷ്യൻ അവൻ്റെ വിളിയും തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യമാക്കാതെ സ്വാർത്ഥതയുടെ ബലിഷ്ഠകരങ്ങളിൽ ചതഞ്ഞരഞ്ഞ് സ്വന്തം ജഡത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ജീവിക്കുന്നു. നേട്ടങ്ങളെ വെട്ടിപ്പിടിക്കുവാൻ വ്യഗ്രത കാട്ടുന്ന അവൻ്റെ പാതയിൽ ആത്മാവിൻ്റെ ഫലം മൂകസാക്ഷികളായി നിലകൊള്ളുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്ക് പലതിനെയും വിസ്മരിപ്പിക്കുമെങ്കിലും മനുഷ്യനടച്ച അധ്യായങ്ങൾ മലക്ക് തുറക്കുന്ന ഒരു നീതിയുടെ ന്യായപീഠം അധികം വിദൂരമല്ല. അവർ ജീസസ് ലീവ്സിൻ്റെ സൺഡേ സ്കൂൾ ചിൽഡ്രൻസ് ആൻഡ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന സ്കിറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഈ സ്കിറ്റിലെ കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും തികച്ചും സാങ്കല്പികം മാത്രം. കഥാപാത്രങ്ങൾ: ഇരുനിലയിൽ അവറാച്ചൻ രാജീവ് ചക്കർ, ലൂലു ബിന്ദു റോബർട്ട്, സൺ ടോണി രാജു, കാർഡിയക് സർജൻ രഞ്ജു തോമസ്, ഡെവിൽ ജോഷി മാത്യു, ഇവാഞ്ചലിസ്റ്റ് ഡോക്ടർ സാറ ജോഷി, റിസപ്ഷനിസ്റ്റ് സിബി രഞ്ജു തോമസ്, അറ്റൻഡർ റോബിൻ രാജു, അനസ്തറ്റിസ്റ്റ് സജി തോമസ്, ജീസസ് ക്രൈസ്റ്റ് റോബർട്ട് ആന്റണി, ഏഞ്ചൽസ് കാതറിൻ റോബർട്ട് ആൻഡ് ബ്ലെസ്സി സജി, കീബോർഡ് എബൻ മാത്യു, സൗണ്ട് ശ്രീകുമാർ രാഘവൻ. ഞാൻ ലൂസിഫർ. ക്രിസ്തു ഈ വീടിന്റെ സംരക്ഷകൻ. ക്രിസ്തു ഈ വീടിന്റെ രക്ഷകനല്ല. ആയിരുന്നു ഒരു നാൾ. ഇപ്പോൾ ഞാനാണ് ഈ ഭവനത്തിലെ നായകൻ. അവർ സ്വർഗരാജ്യം പ്രാപിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആത്മാവിന്റെ ഫലം കായ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവർ എന്റെ ക്ലയൻസ് ആണ്. അറിയാമോ അത് സീരിയൽ നടിയാണെന്ന്?
എന്തൊരു കഷ്ടം! എത്ര കാലം സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന എന്റെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു. ഒരു കുപ്പിയിലാതെ കേട്ട സമാധാനം തുറന്നു. You can have an appointment next Tuesday at 10 o'clock. Okay, is that all right? Are you okay? Okay. Are you okay? Have you got an appointment? What? എന്നെ മനസ്സിലായില്ലേ? ഞാനേ ഇന്നലെ അപരാധന പല പ്രാവശ്യം ഇലക്ഷനിൽ നിന്നിട്ടുള്ള മറ്റൊരു നെഞ്ചുവേദന പൊട്ടാൻ പോകില്ല. അയ്യോ, നിർത്ത്. ഇതൊരു സാധാരണ ഹോസ്പിറ്റൽ അല്ല. ഇതാണ് മാനസാന്തരം ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിന്റെ ചീഫ് ഡയറക്ടറും ഫിസിഷ്യനും സർവശക്തനായ യേശുക്രിസ്തുവാണ്. ഇവിടെ കടന്നു വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ടാബ്ലറ്റ്സ് സത്യവേദ പുസ്തകത്തിലെ ദൈവവചനമാണ്. യേശുക്രിസ്തുവാകുന്ന സർജൻ ഇവിടെ കടന്നു വരുന്ന ജഡികമായ മനുഷ്യർക്ക് മാനസാന്തരം നൽകി അവരെ ആത്മാവിന്റെ ഫലത്തോടെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും. നെഞ്ചുവേദനയായിട്ട് വന്ന് നിങ്ങൾ ഇത്ര കിടന്ന് ബഹളം വയ്ക്കേണ്ട ഒരു കാര്യം. അറ്റൻഡർ, ദയവായി ഈ രോഗിയെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകൂ. ആ വീൽ ചെയറിൽ കൊണ്ടുപോയാലും. Mr. Amarachu. ഞാനേ അവരാജനല്ല, ഇരുന്നലയിൽ അവരാജനാ. Please take a seat. താങ്ക് യു ഡോക്ടർ. എന്താണ് അസുഖം? ഡോക്ടറെ, ഞാനേ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിന്റെ വരവ് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ മനസ്സിനൊരു സമാധാനമില്ല. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ഇരുന്നാലേ ഉറക്കം വരും. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നിർത്താനേ തോന്നും. പക്ഷെ മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ നെഞ്ചിനകത്ത് എന്തോ വൃത്തിക്കൊള്ളുന്ന വേദന. ഇതൊരു അസുഖമാണല്ലോ ഡോക്ടറെ. ഞാൻ ചെക്ക് ചെയ്യട്ടെ. Breathe in. Breathe out. Breathe in. Breathe out. Press out. ഞാൻ ഇതിനൊരു പ്രിസ്ക്രിപ്ഷൻ പറയാം. ഗിലിയാദ് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും അച്ചടക്കം, ഏകാഗ്രത എന്ന 2 ഗുളികൾ വാങ്ങി ഒരു കണ്ണ് ശുദ്ധ പാലിൽ ഒരു നുള്ള വിവേകം കൂട്ടിയിട്ട് കഴിക്കണം. കൊളോസി ഗുളികളും കഴിക്കാൻ മറക്കരുത്.
ഡോക്ടർ ഒരു സംശയം വിളിച്ചു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല, തീർച്ചയായിട്ടും. ഡോക്ടർ ഈ ഞായറാഴ്ച എന്തോ ശരീരത്തിനകത്തുനിന്ന് കുത്തിക്കൊള്ളുന്ന വേദന. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ മാറും. ഇതൊരു അസുഖമാണ്. ഇത് തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യേണ്ട ഒരു അസുഖമാണ്. ദൈവവചന പ്രകാരം ഞാനൊരു പ്രിസ്ക്രിപ്ഷൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. പ്രസംഗി 12-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ജ്ഞാനികളുടെ വചനങ്ങൾ മുടികോൽ പോലെയും സഭാധിപന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണികൾ പോലെയും ആകുന്നു. Please come. Please come down. Take a seat. ഇദ്ദേഹത്തിന് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ആവശ്യമാണ്. മാക്സിമം സെഡേഷൻ കൊടുത്ത് ഇത്തിരി പ്രശ്നക്കാരനാണ്. എന്നിട്ട് വേണം അല്ലേ? Are you happy with the time out? Okay, nice place. Retraction place. ഒന്നും കാണുന്നില്ല. പ്ലീസ് ഫോർ ഇറ്റ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. യേശു ക്രിസ്തുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത് ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. മകനെ നിന്റെ മനസ്സ് നിറയെ ജഡത്തിന്റെ പ്രവർത്തികളാണ്. ഞാൻ നിന്നോട് ക്ഷമിക്കാം. പക്ഷേ നീ ജഡത്തിന്റെ പ്രവർത്തികൾ ഉപേക്ഷിക്കും, ആത്മാവിന്റെ ഫലം പുറത്തിരിക്കും. യഥാർത്ഥ മനസ്സാന്തരം ഇദ്ദേഹത്തിനുണ്ടായി. യേശുക്രിസ്തുവാകുന്ന സർജൻ ജഡത്തിന്റെ പ്രവൃത്തികൾ ഇദ്ദേഹത്തിൽ നിന്നും എടുത്തു മാറ്റുന്നു. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം,
സർജൻ ആത്മാവിന്റെ ഫലം റീപ്ലേസ് ചെയ്യുന്നു. ഉപേക്ഷിച്ചിട്ട് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച് നമ്മുടെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയുള്ള സ്വഭാവങ്ങൾ മുഖേന മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ സാധിക്കട്ടെ. വിശുദ്ധിയോടെ നോക്കിക്കാണേണ്ടതിനെ ലാഘവമാക്കാതെ സ്വർഗീയ കവാടത്തെ ലക്ഷ്യമാക്കി നമുക്ക് യാത്ര ചെയ്യാം. ആ ലക്ഷ്യബോധം ആർക്കെങ്കിലും അന്യമായിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങി വരവിനെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ഈ സ്കിറ്റ് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ ഫലം അവസാനിക്കാതെ ഇരിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.